വലിയ പൃഥ്വിരാജും കൃത്യരാജും ഒക്കെ പോലെ കിടന്ന് മറ്റേ ആടുജീവിതം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹൈപ്പായിട്ടാണ് ഒരു സാധാരണക്കാരൻ ഒരു നടൻ നമ്മുടെ വിഷ്ണു എന്ന് പറയുന്നത്. പുള്ളി സ്വന്തമായിട്ട് ചെയ്ത പടമാണ് കേട്ടോ അത്. സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായല്ലോ എന്നുള്ള ആ ഒരു കഴിവിനെ ഞാൻ എന്തായാലും പറഞ്ഞ് അംഗീകരിക്കുന്നു. ആ ഒരു കഴിവ് ഇനിയും വലുതായിട്ട് ഈ കൃത്യരാജൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ട് വലുതായിട്ട് പോട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം വിഷ്ണുവിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ടായിരുന്നു. ഇടിയൻ ചന്തു എന്നാണ് പേര്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്ണുവിനെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു സലീം കുമാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സലീം കുമാർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. സലീം കുമാറിൻ്റെ മോനെയും കൊണ്ടുവന്നിട്ടുണ്ട്. സലീം കുമാറിൻ്റെ മോൻ നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. നല്ല ഒരു വില്ലനാണ് മെയിനായിട്ട് ഇതിൽ. പക്ഷേ വില്ലൻ ക്യാരക്ടറാണ്. പുള്ളിക്ക് കുറച്ച് വില്ലൻ ക്യാരക്ടറൊക്കെ സംഭവം ചേർന്ന് വരുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ കോമഡി ആയിട്ട് നമുക്ക് തോന്നും കാണുമ്പോൾ. ചന്തു ആയിരുന്നാൽ ശരിയാ മച്ചാനെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. പക്ഷേ കുറച്ച് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. അളിയൻ കുറച്ചുകൂടെ ഒന്ന് മൂത്ത ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ വന്നിരുന്നെങ്കിൽ അളിയൻ കുറച്ചുകൂടെ സെറ്റായിരുന്നു. പക്ഷേ ഡയലോഗൊക്കെ അളിയൻ്റെ മലയാളമൊന്നുമല്ല, തമിഴാണ്. പിന്നെ ലാസ്റ്റ് 10 മിനിറ്റ് ഒരു ക്രൗഡ് ഫൈറ്റ് ഉണ്ട്. അത് അത്യാവശ്യം കൊള്ളാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ഈ ഒരു സ്കൂളിനകത്ത് വില്ലന്മാർ വരുമ്പോൾ നടക്കുന്ന ഒരു സംഭവം, അത് പിള്ളേരെല്ലാവരും കൂടെ ഒരു ക്രൗഡ് ഫൈറ്റ് ഉണ്ട്. പിന്നെ സ്റ്റണ്ട് എന്ന് പറയുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സ്റ്റണ്ട് ആവറേജ് സ്റ്റണ്ടാണ്. അതായത് നമ്മുടെ നോർമലി എങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് അടി ഉണ്ടാവുന്നത് ആ രീതിയിലുള്ള ഫൈറ്റാണ് ഈ പടത്തിൽ എടുത്ത് വെച്ചേക്കുന്നത്. അതിൽ വിഷ്ണുവിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അംഗീകാരം ഞാൻ തരുവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് എടുത്തേക്കണം. അല്ലാതെ പൃഥ്വിരാജ് വന്ന് ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ ബാലയ്യ വന്ന് മറ്റേ ട്രെയിൻ പിടിച്ച് നിർത്തും പോലെ ഒന്നല്ല. അങ്ങനെയുള്ള പോലെ ഫൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയി കാണണം. ഇതാണ് നോർമലി ആയിട്ടുള്ള ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാലോ ലക്സിൻ്റെ അഭിനയത്തിനെ നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ലാലോ ലക്സ് അടിപൊളിയായിട്ട് ഈ സിനിമയിൽ ഇപ്പം വീണ്ടും വൻ തിരിച്ചുവരവായിട്ട് പുള്ളി മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അടിപൊളിയായിട്ട് പുള്ളിയുടെ ആക്ടിങ് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ലേന, അപ്പോൾ വിഷ്ണുവിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. ലേന കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ജയശ്രീ എന്ന് പറയുന്ന ഇതിലെ നായിക, നല്ലൊരു നല്ലൊരു ഭാവിയുണ്ട് ജയശ്രീക്ക്. കാര്യം ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ മുഖത്തൊക്കെ നല്ലൊരു അഭിനയത്തിൻ്റെ ഒരു ഭാവനയുണ്ട്. നമ്മുടെ സിനിമാ നടി ഭാവനയല്ല, നല്ലൊരു ഭാവനയുണ്ട്. നല്ലൊരു ഭാവനയാണ്. കാര്യം ആക്ടിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ഇനിയും ഒരുപാട് ഉയർച്ചയിലിട്ട് നോക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ജയശ്രീനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. പിന്നെ സലീം കുമാറിൻ്റെ മോൻ കോമഡി വില്ലനായി പോയേട്ടാ. പക്ഷേ തമിഴൊക്കെ കൊള്ളായിരുന്നു. പുള്ളിയെ കാണുമ്പോഴേ നമുക്കൊരു കോമഡിയാണ്. കാര്യം സലീം കുമാറെ നല്ല കോമഡിയൊക്കെ ആക്ട് ചെയ്യണം. പക്ഷെ അങ്ങനെ കോമഡി ആയിട്ട് ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് കൊള്ളായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ നമ്മുടെ ബാലിച്ചേട്ടനുണ്ടല്ലോ, നമ്മൾ ഉപ്പും മുളകില്ല, പുള്ളിയുടെ കോമഡിയും കാര്യങ്ങളുണ്ട്. പിന്നെ പീറ്റർ അയ്യനാണ് പീറ്റർ അയ്യനെ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡുണ്ട്, ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ സെക്കൻഡ്. കാര്യം വിഷ്ണുവിൻ്റെ അഭിനയം എല്ലാം ഓക്കെയാണ്. പക്ഷേ പുള്ളീനെ നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തെ പുള്ളിയുടെ ശരീരമില്ല. പുള്ളി ഭയങ്കര മെലിഞ്ഞിട്ടാണ്ടിരിക്കുന്നത്. കാര്യം കോളേജ് ഇതിനൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നത് സൂപ്പറാണ്. പക്ഷേ കുറച്ചുകൂടെ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണു ഈ പരിപാടി കാണുകയാണെങ്കിൽ റിവ്യൂ ആണെങ്കിലും അടുത്ത ഇതിൻ്റെ സെക്കൻഡ് ഇറക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആഹാരം ഇല്ലാത്തോട്ടല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. ശരീരമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് ബിൽഡപ്പ് ആയിരിക്കും. കാര്യം നമുക്ക് അത് കാണാൻ വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ശരീരമൊക്കെ വെച്ച് വരണമെന്നാണ് നമ്മുടെയൊക്കെ പ്രേക്ഷകരെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. പക്ഷേ കൊള്ളാം, പടം അടിപൊളി എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ കാണാം. കാര്യം പിന്നെ സ്റ്റോറി പിന്നെ ഞാൻ പറയുന്നില്ല. കാര്യം എല്ലാ സിനിമകളിലും വരുന്ന ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സ്റ്റോറി പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ആവറേജ് മൂവിയാണ്, കൊള്ളാം, കുഴപ്പമില്ല. എല്ലാവരും നല്ലവണ്ണം പടത്തിൽ ചെയ്തിട്ടുണ്ട്.